സിബിച്ച എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഞാൻ എന്താടി എന്താണ് SJ സ്റ്റോറീസ്? സിബി ജോസഫ് സ്റ്റോറി. യൂട്യൂബ് നോക്കത്തില്ല, നിന്റെ അമ്മ വീണോ നിന്റെ അച്ഛൻ വീണോ എന്ന് നോക്കത്തില്ല. ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ചിലരൊക്കെ കണ്ടിട്ട് ഹാ ചേട്ടാ എന്ന് പറയും. അപ്പം ജീന സിബിച്ചെന്നൊരു കാര്യം ചെയ്യും, നാളെ തൊട്ട് പപ്പയെ വിളിച്ച് അഭിനയിപ്പിച്ചു. സിബിച്ചന് യൂഷ്വലി കണ്ടന്റ് കിട്ടുന്നത് ബാത്റൂമിൽ കയറുമ്പോഴാണ്. പിന്നെ ഞാനാണെങ്കിൽ അനിയനെ വിളിക്കും. ആള് ചിരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് അവന്റെ ഒരു ഒറ്റ ചിരി കാരണം ഞങ്ങളുടെ ഒരു വീഡിയോ 5 മില്യൺ അടിച്ചു. പ്രപ്പോസൽ വെച്ച് ഇഷ്ടമാണെന്ന് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞ ശേഷം റിജക്ട് ചെയ്തായിരുന്നു കേട്ടോ. വലിയ ആളല്ലേ, അതുകൊണ്ടായിരിക്കും റിജക്ട് ചെയ്തത്. ജാടയാ. ഞാൻ ഒരു വീഡിയോ ചെയ്തു, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണല്ലോ എടിയേ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാണിക്കണം. നിങ്ങളുടെ കയ്യിലാണോ പൈസ ഇല്ലാത്തത് എന്നാ ചോദിക്കുന്നേ? ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മലയാളി പ്രേക്ഷകരെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ചിരിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ദമ്പതികളാണ്. സൂപ്പർ ദമ്പതികളാണ്. സിബി, ജീന. വെൽക്കം ടു ദ ഷോ. ഞങ്ങളെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നായിരുന്നു. അല്ല, ഞാൻ സൂപ്പർ ദമ്പതികൾ എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എത്ര വഴക്കടിച്ചാലും നിങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് മാറി. ഭയങ്കര വിനയവും ഭയങ്കര സ്നേഹം. ഇടയ്ക്ക് ഒരാൾ ഉപദേശിക്കുന്നു, അങ്ങനെ ഇരിക്കല്ലേ, കൈമാറ്റി പുറത്തേക്ക് പോകല്ലേ. അപ്പോൾ നിങ്ങൾ സൂപ്പർ ദമ്പതികളാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ എന്തോ അതല്ല, അതാണ് ചേട്ടൻ പറഞ്ഞ കറക്റ്റ്. പിന്നെ ക്യാമറയ്ക്ക് ഇരിക്കുമല്ലോ, പുറത്ത് പറയാൻ പാടില്ല. ശരി, എന്താണ് SJ സ്റ്റോറീസ്? സിബി ജോസഫ് സ്റ്റോറി. സിബി ജീന അല്ലേ? അങ്ങനെയും പറയാം ഇടയ്ക്ക്. എല്ലാവരും ചെന്നിട്ട് സിബി ജോസഫ് സ്റ്റോറീസ് എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറയും, സിബിച്ചെന്നൊരു കാര്യം ചെയ്യും, നാളെ തൊട്ട് പപ്പയെ വിളിച്ച് അഭിനയിപ്പിച്ചു. ശരിക്കും ഞാനൊക്കെ കരുതിയത് സിബി ജീന സ്റ്റോറീസ് ആണ്. അങ്ങനെ തന്നെ കേട്ടോ. ഈ കല്യാണത്തിന് മുമ്പ് തുടങ്ങിയതാണോ ആ ചാനൽ? അല്ലല്ല, അല്ല, കല്യാണത്തിന് മുമ്പല്ല, കല്യാണത്തിന് ശേഷം. അതിനുശേഷം. ശരി, അപ്പം നിങ്ങളുടെ കല്യാണം അതിനെ കുറിച്ച് എങ്ങനെയാണ്? കല്യാണം ആക്ച്വലി ഞങ്ങളുടെ ഒരു അറേഞ്ച് കം ലവ് മാരേജ് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലവ് കം അറേഞ്ച് എന്ന് വേണമെങ്കിലും പറയാം. ആക്ച്വലി ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ വീടിനടുത്തുള്ളത് തന്നെയാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്സാണ് എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുക ആൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് ഓപ്പണായിട്ട് ഇങ്ങനൊരു കാര്യം അവൻ പറഞ്ഞതായിട്ട് പറഞ്ഞു. അപ്പോൾ ആൾ കേട്ടപ്പം കൊള്ളാം, ഒരു പൂവാലൻ സെറ്റപ്പ്. അതെ അതെ, അതൊരു പൂവാലൻ സെറ്റപ്പ്. അതിനു മുന്നേ സോഷ്യൽ മീഡിയയിൽ അന്ന് ആ കൊറോണ ടൈമില് കത്തി നിന്നിരുന്ന ഒരു ടീമായിരുന്നു അവരുടേത്. അനുരാജേട്ടൻ, പ്രിയണ ചേച്ചി, അവരുടെ ടീമിൽ IM4U എന്ന് പറഞ്ഞൊരു ടീം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൊറോണ സമയത്ത് വേറെ പണിയൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് നമ്മൾ ഈ വെബ് സീരീസും യൂട്യൂബ് ചാനലിലും ഒക്കെ കൂടുതലായിട്ട് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ആ സമയത്ത് റാൻഡംലി ഭയങ്കര ഫെയിമായിട്ടൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ മെസ്സേജ് അയച്ച് റിപ്ലൈ തരാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ പുള്ളിയുടെ ഇൻസ്റ്റ എടുത്ത് ഒരു മെസ്സേജ് അയച്ചു, റിപ്ലൈ തന്നു. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ വീട് തമ്മിൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അപ്പം അങ്ങനെ സംസാരിക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു. അപ്പം അതിന് ശേഷമാണ് സിബിച്ചൻ്റെ കൂടെ വർക്ക് ചെയ്തെന്ന് പറയുന്ന ആൾ എൻ്റെ ഫ്രണ്ടാണ്. എൻ്റെ കൂടെ സ്കൂൾ ടൈമിൽ പഠിച്ച് എൻ്റെ വീടിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് സൂക്ഷ്മം പോലെ ഇവൻ ഇതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞതും. അങ്ങനെയാണ് പറഞ്ഞത്. കണ്ടിട്ടില്ല ചേട്ടാ, ഞങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടില്ല. ആളിങ്ങനെ പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓപ്പണായിട്ട് ആളോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ആൾ വീട്ടിൽ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയോ അവസാനം ഇവിടെ വന്നിരിക്കാനായിട്ട് ഒരുമിച്ചിരിക്കാനായി പറ്റും. അപ്പം SJ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സിബി ജീന സ്റ്റോറീസ് ആയി മാറി. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ സിബിയെ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ ജീന കാണുന്നത്. അപ്പോൾ ജീനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു സമയത്ത് എന്താണ് ശരിക്കും പറഞ്ഞാൽ ജീനയുടെ മൈൻഡിൽ ഉണ്ടാകുന്നത്? ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ എന്നുള്ള ഒരാൾ ഇഷ്ടമാണെന്ന് തിരിച്ചു പറയുന്നു. നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കിട്ടുമോ തന്നെ സംശയിച്ചിട്ടാണല്ലോ നമ്മൾ ഇതയക്കുന്നത്. അപ്പോൾ അങ്ങനെ റിപ്ലൈ വന്നു, സിബിയെ പോലൊരു സ്റ്റാർ മെസ്സേജ് തിരിച്ചയക്കുന്നു. എന്താണ് അത്? ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ആ സമയത്ത് വീഡിയോ ഒക്കെ ചെയ്യുന്ന, അത് ആ സമയത്തല്ല ഈ സമയത്തായാലും വീഡിയോ ചെയ്യുന്നൊരു
ഒരു നമ്മളൊരു ഓർഡിനറി പേഴ്സൺ എന്നുള്ള രീതിയിൽ അവരെ കാണുമ്പോൾ അല്ലെ അവർക്കൊന്ന് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരും എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് സിബിച്ചൻ ഡ്രൈവിംഗ് ലൈസൻസിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പൃഥ്വിരാജിന്റെ ഫിലിമിൽ. അപ്പൊ ആ വഴിക്കും കണ്ടിട്ടുണ്ട്, റിപ്പോർട്ടറായിട്ട്. അപ്പൊ ആ വഴിക്കും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ പക്ഷേ പ്രപ്പോസൽ വെച്ച് ഇഷ്ടമാണെന്ന് രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം റിജക്ട് ചെയ്തായിരുന്നു കേട്ടോ. അതെ അതെ, അത് സാഹചര്യം കൊണ്ടായിട്ടാ. കാരണം ഞാനേ ഒരു കുഴിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്ന ഒരാളാണ്. വേറൊരാളെയും കൂടി ആ കുഴിയിലോട്ട് വീഴ്ത്തണ്ട എന്നുള്ളത് കൊണ്ടാണ് വേണ്ടെന്ന് പറഞ്ഞത്. റിജക്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഓ വലിയ ആളല്ലേ അതുകൊണ്ടായിരിക്കും റിജക്ട് ചെയ്തത്, ജാടയാന്ന് തോന്നിയിരുന്നു. ആദ്യം തോന്നാനുള്ള റീസൺ ഉണ്ട് ചേട്ടാ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ പുള്ളിയുടെ ജൂൺ 12th ആണ്, എൻ്റെ ജൂൺ 14th ആണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര അടുത്തടുത്ത് വന്നപ്പോ എനിക്ക് ഭയങ്കര അപ്പൊ അത് ഭയങ്കര അടുത്തടുത്താണെന്ന് എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി. ഞാൻ എന്ത് ചെയ്തു, വലിയ ഇതായിട്ടൊക്കെ നിൽക്കുന്ന ആളല്ലേ, ഞാൻ ജൂൺ 12th രാത്രിയിലോ രാവിലെയോ എങ്ങാണ്ട് മെസ്സേജ് അയച്ചു, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് കിട്ടുമെന്ന് തോന്നുന്നു. പക്ഷെ എൻ്റെ ബർത്ത്ഡേക്ക് പുള്ളി അനങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ റിമൈൻഡർ കൊടുത്തതാണ് ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുന്നേ. അപ്പൊ എനിക്ക് അപ്പോഴാണ് ഞാൻ വിചാരിച്ചതോ ഭയങ്കര ജാടയാ, നമ്മളൊന്നും മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരത്തില്ല, നമ്മുടെയൊക്കെ ബർത്ത്ഡേ ആര് വിഷ് ചെയ്യാന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ സിബിയുടെ മനസ്സിൽ സൗണ്ട് അല്ല ചേട്ടാ, ഞാൻ അതിലൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എൻ്റെ മെസ്സേജ് ഇങ്ങനെ എന്താ പറയുക റിപ്ലൈ കൊടുക്കാതെ ആരുടെയും കിടക്കത്തില്ല. ഞാൻ ഇപ്പം ചേട്ടൻ രാത്രി 12 മണിക്ക് മെസ്സേജ് അയച്ചാൽ പോലും എനിക്ക് കണ്ടിട്ട് അന്നേരം തന്നെ റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് വിഷമോ, അയ്യോ അയാൾ ചോദിച്ചിട്ട് റിപ്ലൈ കൊടുത്തില്ലല്ലോ എന്നുള്ള ടെൻഷൻ. പക്ഷേ ആളുടെ മനഃപൂർവ്വം അന്നെന്തോ തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. അല്ല, അത് കല്യാണത്തിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ് ഇതൊന്നും ഓർത്തിരിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അതെ 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 അതെ, അത് ഓർത്തിരിക്കത്തില്ല. അങ്ങനൊരു സെലിബ്രേറ്റ് ചെയ്യണം, അത് ഭയങ്കര സർപ്രൈസ് ചെയ്യണം, എക്സൈറ്റഡ് ആണ്, അങ്ങനത്തെ ഒരു അല്ല. അത് ചിലപ്പം ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാ ആണുങ്ങളും അങ്ങനെ ആയിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ടെന്നല്ല കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റോറീസിലൊക്കെ ഭാര്യ ഭർത്താവിനെ ഡോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക എപ്പോഴും വഴക്കടിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ജീവിതത്തിലെ ജീനയും സിബിയും എന്താണ് നീ പറഞ്ഞു? യഥാർത്ഥ ജീവിതത്തിൽ ഭയങ്കര ക്ലീശയായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ സിബിച്ചനും ഞാനും തമ്മിൽ കുറച്ച് ഏജ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ശരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നല്ല പൂക്കി മൈൻഡാണ്. ഞങ്ങൾ ശരിക്കും അങ്ങനെയാണ്. പിന്നെ സിബിച്ചിന് സ്ട്രിക്റ്റ് ആവേണ്ട ചില കേസസിൽ, എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും നല്ല സ്ട്രിക്റ്റ് ആവേണ്ട കേസസിൽ സിബിച്ചൻ സ്ട്രിക്റ്റ് ആവും, എന്നോട് പക്ക നോ പറയും. പിന്നെ എനിക്ക് അഭിപ്രായം പറയാൻ പൂർണ്ണ സ്വാതന്ത്ര്യം സിബിച്ചൻ്റെ ലൈഫിലുണ്ട്. അപ്പം അത് എനിക്ക് ഭയങ്കര സന്തോഷം. സ്പേസ് ഉണ്ട്. അതാണല്ലോ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ എനിക്ക് ആ ഒരു സ്പേസ് സിബിച്ചൻ്റെ ലൈഫിലുണ്ട്. ഈ സിബി ആക്ടിങ്ങിലോട്ട് വരാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു ചേട്ടാ? ഞാൻ അത് സ്കൂൾ തലങ്ങളിലെ ഞാൻ ഈ മിമിക്രി നാടകം അഭിനയിക്കുമായിരുന്നു. ആ സമയത്ത് സാറുമാരൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. അത് ഉള്ളിൽ കയറി. പിന്നെ +2 കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ പോകെ എനിക്ക് അഭിനയത്തിലേക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ എന്നുള്ളത് ഉള്ളിലോട്ടങ്ങായി. അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിലെ കുറച്ച് സാഹചര്യം കൊണ്ട് ഗൾഫിൽ പോയി. പക്ഷെ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെയും ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാനൊരു ആക്ടറായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ 2013 ഞാൻ സൗദിയിൽ പോകുന്നത്. അതിന് തൊട്ട് മുമ്പ് ഞാനൊരു സിനിമയിൽ എത്താൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചായിരുന്നു എൻ്റെ. പക്ഷെ നമ്മൾ ഈ സാഹചര്യം മൂലം ചില ജോലികൾ എന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നിന്ന് വിട്ടിട്ട് പുറത്ത് വേറെ ജോലിക്ക് വേണ്ടി പോകുമെന്ന് പറയത്തില്ലേ, അങ്ങനെ ഞാൻ സൗദി പോയി. അവിടെ നിൽക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സിനിമ എന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഒരു 3-4 വർഷം അവിടെ നിന്നതിന് ശേഷം മൊത്തവും വിട്ടിട്ട് ഞാൻ നാട്ടിൽ വന്നു. പിന്നെ ഇവിടെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു, ആക്ട്ലാബ് എന്ന് പറയുന്ന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇവിടെ തന്നെ കൊച്ചി തന്നെയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഞങ്ങളൊരു IM4U എന്ന് പറഞ്ഞൊരു ടീം ഉണ്ടാക്കി. വലിയൊരു ടീമായിരുന്നു. അതെ അതെ അതെ, വലിയൊരു ടീം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊക്കെ അത് കാണുന്ന സമയത്ത് ഈ നേരത്തെ ജീന പറഞ്ഞ പോലെ ഇവർക്കൊക്കെ ഒരു മെസ്സേജ് അയച്ചാൽ തിരിച്ച് മെസ്സേജ് അയക്കൂ, അല്ലെങ്കിൽ ഇതിലൊക്കെ ഇവരൊക്കെ എങ്ങനെ കാണാൻ പറ്റുക. അതായത് ഒരു സോഷ്യൽ മീഡിയയിലെ സ്റ്റാറുകളായിരുന്നു എല്ലാവരും. എനിക്ക് തോന്നുന്നു അനുരാജ്, പ്രീണ, ആ ഒരു ടീം. എനിക്ക് അതിൽ സിബിയുടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സാണ് പള്ളിയിലച്ഛൻ, കള്ളൻ, കുറേ അങ്ങനെ ഉണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ജീനയും അതിൽ വന്നിട്ടുണ്ടോ?
അത് കല്യാണത്തിന് ശേഷം ഒരു എനിക്ക് ക്രിസ്മസിന്റെ ടൈമിലാണല്ലോ ആ ഒരു അതാണ് കള്ളൻ. അതെ കള്ളന്മാർ ഒരുമിച്ച് ആ അതെ പ്രീണ വൈഫായിട്ട് അതെ അതെ അത് നല്ല ഒരു എപ്പിസോഡാണ്. ശരിക്കും അതിലിപ്പോ അത് സ്പ്ലിറ്റ് ആണ് അല്ല, എല്ലാവരും അവരവരുടെ ഇൻഡിവിജ്വൽ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും IM4 ഉണ്ട്, പക്ഷെ ചേട്ടനും ചേച്ചിയും ഇപ്പം കൂടുതലും ബിസിനസ്സിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അതെ അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അതായത് ഒരു ആക്ടർ എന്ന നിലയിൽ സിബിക്ക് കിട്ടിയിട്ടുള്ള അവരുടെ ഒരു സപ്പോർട്ട്? ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആക്ടർ സിബി ജോസഫ് എന്ന് ഇട്ടേക്കുന്നത്. അത് ആക്ച്വലി ഞാൻ ഒരുപാട് തവണ ആലോചിച്ചതിന് ശേഷമാണ് ഇട്ടത്. അത് ഞാൻ അനുരാഗ് ചേട്ടനോട് ചോദിച്ചിട്ടേട്ടെ, ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങാൻ പോവുകയാണ്, അപ്പോൾ ഞാൻ എങ്ങനെ പേരിടണം? ചേട്ടനാണ് പറഞ്ഞത്, എടാ ആക്ടർ സിബി ജോസഫ് എന്ന് കൊടുക്കുന്നു പറഞ്ഞു. അപ്പം ഞങ്ങളെ ഭയങ്കര സപ്പോർട്ടീവാണ് ചേട്ടനും ചേച്ചി. അപ്പോൾ IM4 ഞാൻ കുറേ, ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരുടെ അടുത്ത് കുറേ നടന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു റോള് തന്നത്. അപ്പോൾ ഞാൻ അന്നത്തെയൊക്കെ സമയത്താണെങ്കിൽ ഒരു ഞായറാഴ്ച ആവാൻ വേണ്ടി നോക്കിയിരിക്കും, അന്ന് ആ ഷൂട്ട് നടക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു 2 ദിവസം മുമ്പേ ഞാൻ ചേട്ടൻ മെസ്സേജ് അയക്കും, ചേട്ടൻ ഞാനിവിടെ വന്നോട്ടെ, എനിക്ക് റോള് തരാമോ? അപ്പോൾ അങ്ങനെ ചോദിച്ച് ഒരു ഞായറാഴ്ച വിളിച്ചു. അതിനുശേഷം ഇല്ല ഞങ്ങൾ ആകെ ജസ്റ്റ് ജിമ്മേറ്റാ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ടിക്ടാക്കീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുടങ്ങിയത് അന്നുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് IM4 സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം തുടരെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു വിരലിൽ എണ്ണാവുന്ന കുറച്ച് യൂട്യൂബേഴ്സ് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. കാർത്തിക് ശങ്കർ ഒക്കെ അതെ. പക്ഷേ എന്താ പറയുക, കാലത്തിന്റെ മാറ്റം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് അങ്ങനെ ഒരു ചാനൽ തുടങ്ങി, അല്ലെ ഒരു പേജ് തുടങ്ങി, യൂട്യൂബ് ചാനൽ തുടങ്ങി, നിങ്ങൾ രണ്ടുപേരും കണ്ടന്റുകൾ ഇടാൻ തുടങ്ങി. ഈ കണ്ടന്റുകളിൽ എപ്പോഴും വഴക്കടിക്കുന്ന ഭാര്യ, അതിനെ ഇങ്ങനെ സമാധാനപരമായി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലുള്ള ഭർത്താവ്, കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഭർത്താവ് ആവാം, എങ്ങനെയൊക്കെ ഭാര്യ ആവാം എന്നുള്ളതിൻ്റെ അതെ നിങ്ങൾ എന്തിലും ഒരു കണ്ടന്റ് കണ്ടെത്തുന്ന ആൾക്കാരല്ലേ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയിട്ടുള്ള കണ്ടന്റുകൾ എന്തൊക്കെയായിരുന്നു? ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൂടുതലും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് കണ്ടന്റുകൾ കൂടുതൽ കിട്ടുന്നത്. ഇപ്പം ചേട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ ചിലപ്പോൾ വേറെ ചിന്തകളും കയറി വരാം. കാരണം നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമോ എന്നുള്ളത്. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ, അല്ലെങ്കിൽ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ എന്തെങ്കിലും കണ്ടന്റുകൾ കിട്ടത്തുള്ളൂ. വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടാൻ? ഒന്നും കിട്ടത്തില്ല. സിബിച്ചന് യൂഷ്വലി കണ്ടന്റ് കിട്ടുന്നത് ബാത്റൂമിൽ കയറുമ്പോഴാണ്. രാവിലെ നോർമലി നമ്മൾ എണീറ്റ് ഇന്ന് ഇത്ര വീഡിയോ എടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യത്തിൽ പ്ലാനിങ് അധികം വർക്കൗട്ട് ആവത്തില്ല. നമ്മളത് അത് എത്രത്തോളം എല്ലാവരുടെയും ലൈഫിൽ റിലേറ്റബിൾ ആണെന്ന് അറിയത്തില്ല. നമ്മൾ ചിലപ്പോൾ മുൻകൂട്ടി തലേന്ന് പ്ലാൻ ചെയ്യുവാണ്, നാളെ 3 വീഡിയോ എടുക്കണം, ഇത്രയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരൊറ്റ വീഡിയോ പോലും ആ ദിവസം എടുക്കത്തില്ല. അതങ്ങനെയാണ്. അപ്പം കിട്ടുമ്പം ഇതെടുക്കാൻ ഓക്കെ ആണോ, ഇപ്പം കാലാവസ്ഥ നോക്കും, മഴയാണോ വെയിലാണോ ചൂടുണ്ടോ, അല്ലെ വീട്ടിലെടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ളതാണോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന വീട്ടിലെടുക്കാണോ, അല്ലെ നാട്ടിലാണെങ്കിൽ അവിടെ എടുക്കാൻ പറ്റുന്നതാണോ, ഇതെല്ലാം നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എടുക്കും. ഇത് ബാത്റൂമിൽ കയറി ശരിയായോ സിബിച്ച എന്ന് ചോദിക്കുന്നില്ല. അങ്ങനല്ല ഏട്ടാ, ബാത്റൂമിൽ കയറുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും എൻ്റെ ഇങ്ങനെ ചിന്ത പോകുന്നത്, ഇങ്ങനെ ഒരു സാധനം. അപ്പൊ ഞാൻ പെട്ടെന്ന് ചാടി ഇറങ്ങി ജീന എനിക്കൊരു കണ്ടു കിട്ടി. അപ്പൊ ഞാൻ അന്നേരം തന്നെ എനിക്ക് അവളോട് പറയണം, പറഞ്ഞ് അപ്രൂവൽ മേടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കൊള്ളാം സിബിച്ച എന്ന് പറയണം, എന്നാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അതെ ആദ്യം വൈഫ് പറയണം. അതെ. പിന്നെ ഞാൻ അന്നെങ്കിൽ അനിയനെ വിളിക്കും, ജീനയുടെ അനിയനെ വിളിച്ചിട്ട് ജിത്തു ഇങ്ങനെ ഒരു കണ്ടന്റ് കിട്ടി എങ്ങനെയുണ്ടെന്ന്. അപ്പം ആള് ചിരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് ആള് ചിരിച്ചു, ഇത് കൊള്ളാം. അവന്റെ ഒരു ഒറ്റ ചിരി കാരണം ഞങ്ങളുടെ ഒരു വീഡിയോ 5 മില്യൺ അടിച്ചത്. ഞങ്ങളൊരു ഫേസ് പാക്കിന്റെ ഒരു വീഡിയോ, അതെ ഇട്ടിട്ട്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിന്റെ ട്രിപ്പ് പോവായിരുന്നു. ഞങ്ങൾ നോർമലി കുറച്ച് ഫേഷ്യലൊക്കെ ഇട്ട് വൃത്തിയാവാന്ന് വെച്ചിട്ട് ഞാൻ ഇട്ട് ആ ഡ്രസ്സിങ്ങൊക്കെ കണ്ടാലേ മനസ്സിലാവും. അന്ന് വീട്ടിൽ ഇരുന്ന് ചുമ്മാ എടുത്തതാ. അപ്പൊ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സിബിച്ചൻ എന്ത് ചെയ്തു, സിബിച്ചൻ അത് ഇരുന്നപ്പോൾ ഞാൻ മുഖത്ത് ഇട്ട് കൊടുക്കാമെന്ന് കരുതി പോയി സിബിച്ചന്റെ മുഖത്ത് ഇട്ട് കൊടുത്തപ്പോഴാണ് ലാസ്റ്റ് കഴുകി കളയേണ്ട സമയം എത്തിയപ്പോൾ ഞാൻ കൈ കഴുകിട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ അവിടെ വാഷ് ബേസിന് അവിടെ നിന്ന് വിളിച്ചു പോയി, സിബിച്ചി ഇത് പോകുന്നില്ല കേട്ടോ, മിക്കവാറും ട്രിപ്പ് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇത് കയ്യിൽ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിലായിരുന്നു, എൻ്റെ മമ്മി ഭയങ്കര ചിരിയായിരുന്നു അവിടെ കിടന്ന്. അപ്പൊ സിബിച്ചൻ പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് എടുക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇത് ചുമ്മാതെ എടുത്തു. എനിക്ക് തോന്നുന്നു 2023 എടുത്ത വീഡിയോ അത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന 2025 പകുതി കഴിഞ്ഞിട്ടാണ്.
അത് ഒന്നാമത്തെ കാര്യം എൻ്റെ മനസ്സിൽ അത് ഓടത്തില്ല എന്നൊരു തോന്നല്. അതിന്റെ സിബിച്ചത് അതിന് വേണ്ടിയിട്ടുള്ളൊരു സാധനം ഇല്ല. പക്ഷെ ഇത് ഞാനിങ്ങനെ ഐഫോണിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അപ്പം ഞാനിതെങ്ങനെ എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനേ പറ്റത്തുള്ളൂ, പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ കുറേ ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ പോയപ്പം ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ ജീനെ കാണിച്ചു. അയ്യോ സിബിച്ച് ഇത് എന്ന് എടുത്തത്, എന്താ ഇടാഞ്ഞെന്ന് ചോദിച്ചു. ഇവര് ഞാൻ ജിത്തുവിന് അയച്ചു കൊടുത്തു. ജിത്തു ഉണ്ടായിരുന്നു. ജിത്തു ഉണ്ടായിരുന്നു. ജിത്തുവിനെ സിബിഷൻ പിടിച്ചിരുത്തിയിട്ട് ജിത്തു ഈ വീഡിയോ ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. ഇവൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര ചിരി. ഭയങ്കര ചിരി. അപ്പൊ സിബിച്ച ഇങ്ങനെ നോക്കിയപ്പോ ഇവൻ ചിരിക്കുന്നു. അപ്പൊ സിബിച്ച പറഞ്ഞു ഇത് ഞാൻ ചുമ്മാ ഒന്ന് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇട്ട വീഡിയോ ആണ്. പക്ഷെ അത് രസമുണ്ടാവും. കാരണം എനിക്കതിൽ ഇഷ്ടപ്പെട്ടത് ലാസ്റ്റ് സിബി നോക്കിയിട്ട് ആ ഒരു അത്രയും പവർഫുൾ ആയിട്ട് പറഞ്ഞിട്ടേ ലാസ്റ്റ് ആ ഫേസ് കാണിക്കുമ്പോൾ സിബിയുടെ ഫേസിലുണ്ട് ആ വിഷമം ഇങ്ങനെ തുളുമ്പി നിൽക്കുകയാണത്. അത് നല്ല വീഡിയോ ആയിരുന്നു, നല്ല വീഡിയോ. അത്തരം വീഡിയോസാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും ഞാനിപ്പോൾ ലാസ്റ്റ് കണ്ടിട്ടുള്ളൊരു വീഡിയോ, നിങ്ങൾ കാറിൽ ഭാര്യ ഒന്നും മിണ്ടുന്നില്ല, ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. സിബി വളരെ വിഷമത്തോടെ ഭാര്യ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക എന്താണ് സിബി പ്രശ്നം എന്നുള്ളത്. പക്ഷെ അത് കണ്ടിട്ട് അവസാനം കാണുമ്പോൾ ആ ഉള്ളൊരു ഇതില്ലേ, അത് അപ്പം തന്നെ എനിക്കത് എൻ്റെ വീട്ടിലെ സാഹചര്യമായിട്ട് ഒത്തു വന്നു. അപ്പം തന്നെ ഞാൻ വൈഫിന് അയച്ചു കൊടുത്തു. വൈഫ് അതിന് വേറെ മറുപടി എനിക്ക് തന്നു. അത് ഇവിടെ പബ്ലിക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്തരം രസകരമായിട്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞില്ല പ്ലാനിങ് ഇല്ല, പക്ഷെ എങ്ങനെ സഡൻ ആയിട്ടുള്ള ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. നമ്മൾ ചേട്ടാ കൂടുതൽ റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസുകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞങ്ങളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് കണ്ടിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്തു കണ്ടു നോക്കുമ്പോൾ അയ്യോ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണല്ലോ എടിയേ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാണിക്കണം. അതാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വണ്ടിയുടെ ആയാലും ഈ കാറുമായി റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മിക്ക ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സാധനങ്ങളാണ്. യാത്ര പോകുമ്പോൾ അതെ. അല്ല അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കാറുമായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. ഞങ്ങളെ പലപ്പോഴും ഞങ്ങളുടെ കാറ് കണ്ടിട്ടാണ് ആൾക്കാർ ചിലർ ഐഡന്റിഫൈ ചെയ്തത്. ഞങ്ങൾ ഭയങ്കര വണ്ടടിച്ചു പോയിട്ടുണ്ട്. അത് അടൂര് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി സ്കൂട്ടിൽ നല്ല സ്പീഡിൽ വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് നിർത്തിയിട്ട് ചാടി നിങ്ങളുടെ വണ്ടി കണ്ടത് കൊണ്ടാണ് നിങ്ങളെ മനസ്സിലായത്, അതാ ഞങ്ങൾ ഓടി വന്ന് സംസാരിക്കാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങള് ഇപ്പൊ നമ്മുടെ ഓരോ കാര്യങ്ങളും അവര് ഓർത്ത് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെ അതെ. അത് പറഞ്ഞപ്പോഴാണ് ഈ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ലെവലിൽ എത്തുകയാണ്. ഇപ്പം അത്യാവശ്യം ഫോളോവേഴ്സായി നമുക്ക് ആൾക്കാർ കണ്ടാൽ തിരിച്ചറിയുന്നൊരു ലെവലിലെത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിബിക്കും ജീനയ്ക്കും ചില സെലിബ്രിറ്റീസ് പറയില്ലേ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആൾക്കാർ തിരിച്ചറിഞ്ഞ് എന്നെ അതുപോലത്തെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്കൊരു ഇൻസിഡന്റ് പറയാനുണ്ട്. ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോൾ കുറേ ആൾക്കാർ ഓടി ഇങ്ങി വന്ന്. അങ്ങനൊരു സംഭവം ഇല്ല ചേട്ടാ, ഇല്ല. ഞങ്ങള് ടു ബി ഫ്രാങ്ക് പറയുവാണെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലോട്ട് താമസം മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ പോയ സ്ഥലം ലുലുമാളാണ്. പോകുന്നതല്ല, പൊക്കോണ്ടിരിക്കുന്ന സ്ഥലം ലുലുമാളാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒന്നാമത്തെ കാര്യം സിബി ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി പണ്ട് തൊട്ടേ ആവുന്നത് കൊണ്ട് ആയതുകൊണ്ട് സിബിച്ചിനെ ഐഡന്റിഫൈ ചെയ്യും ആൾക്കാർ. പക്ഷെ സിബിച്ചിന്റെ മുഖം ഫെമിലിയർ ആണ്. ഒരുപാട് പേർക്കെന്നല്ല, കുറച്ചു പേർക്കെങ്കിലും. ഇതിന്റെ ഒരു കാര്യം എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം പറയാം. അപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി 2-2.5-3 വർഷം ആവാൻ പോകുന്നതേ ഉള്ളൂ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു 100 പേരെടുത്താൽ ചിലപ്പോൾ ഒരു 10 പേര് ഐഡന്റിഫൈ ചെയ്യുമായിരിക്കാം, എനിക്കറിയത്തില്ല. പക്ഷെ ലുലുവിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുണ്ടല്ലോ ആദ്യത്തെ സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ കൗണ്ട് ചെയ്യും. സിവിച്ചാ അവര് നോക്കി, സിവിച്ചാ ഇവര് നോക്കി, ഇങ്ങനെ പറഞ്ഞ് കൗണ്ട് ചെയ്യും. പക്ഷെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ട് എത്രത്തോളം ആൾക്കാരിലോട്ട് എത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നമ്മുടെ വ്യൂസ് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അതിലൊരു 100 പേരിലൊരു 50 പേരെങ്കിലും ഞങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. അവര് വലിയ ജാടയൊന്നും ഇടാതെ നമ്മളോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമുക്കൊരു എൻകറേജ് നമുക്ക് അവരായിട്ട് തന്നെ നമുക്ക് തരും. അത് കാണുമ്പോൾ താരപരിവേഷം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല കേട്ടാ. ഇപ്പം ലുലു മാളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് നടക്കുന്നത്, ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് ചെന്ന് നടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനിടയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നോർമൽ ഒരാൾ നടന്നു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആരും മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല.
ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ stars ആണ്. അതെ, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ലാലേട്ടനെ കണ്ടു കഴിഞ്ഞാൽ പണ്ടത്തെ കാര്യം പറയുന്നത്, ഒരു ആർട്ടിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ എടി ഇന്ന സ്ഥലത്ത് ഇന്ന ആള് വന്നത് ഓടി വാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. സ്ഥിരം നമുക്ക് നമ്മുടെ മുന്നിൽ അവരുണ്ട്. കാണാൻ പറ്റും. അതെ, ഇവരെന്താണെന്ന് അറിയാനായിട്ട്. അതെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് തോന്നാറൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജീനെ കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ചിലരൊക്കെ കണ്ടിട്ട് ഹായ് ചേട്ടാ എന്ന് പറയും. അപ്പൊ ജീന ഇതാ എക്സ്പ്രഷൻ. അത് കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലാവും, എന്ന് വെച്ചാൽ ഇവളെ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇവളെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഇവക്കുണ്ട്. അപ്പൊ വീണ്ടും സ്ഥിരമായിട്ട് ഇങ്ങനെ ഇവിടെ എക്സ്പ്രഷൻ ഇങ്ങനെ മാറിക്കൊണ്ട് എന്നെ ആർക്കും അറിയത്തില്ല ഇത് പറയും. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഇവളോട് പോകുന്ന സമയത്ത് പലരും ചേച്ചിയുടെ അഭിനയം അടിപൊളിയാട്ടോ, ആ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാറുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോ ഒരു പ്രൗഡ് ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കാണ് കൂടുതൽ. അതായത് ജീന നന്നായി ചെയ്യുന്നു, നന്നായി വീഡിയോ ചെയ്യുന്നു. ഓൾറെഡി സിബി തെളിയിച്ച ആക്ടറാണ്. ഐ മീൻ അഭിനയിച്ചിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആക്ടറാണ്. എത്ര സിനിമകൾ ചെയ്തു? സിനിമകളുടെ കണക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഈ അന്യഭാഷ ഉൾപ്പെടെയാണ് പറയണ കേട്ടോ. സിനിമ എന്ന് പറഞ്ഞാൽ ഞാന് ഓടിക്കൂടുന്ന ആൾക്കാർ ഉൾപ്പെടെ അങ്ങനെ വെള്ളിയിൽ എണ്ണാവുന്ന കുറച്ച് സിനിമകൾ മാത്രം. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡയലോഗേ ഉള്ളൂ. അതെ, ഒരു ഡയലോഗേ ഉള്ളൂ. പക്ഷെ ആ പടം കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇന്നസെന്റ് എന്ന് പറഞ്ഞൊരു മൂവിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ്. അങ്ങനെ എന്നാ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള കുറെ പടത്തിനകത്ത് പോയി അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞ അന്യഭാഷ ഉൾപ്പെടെ പറയണമെന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല് സൈരന്ദ്ര ചിരഞ്ജീവി സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, എന്തോ റെഡ്ഡി എന്ന് പറഞ്ഞത്, നാഗ സൈരന്ദ്ര റെഡ്ഡിയോ അങ്ങനെ എന്തോ ഒരു പടമാണ്. പിന്നെ അത് കഴിഞ്ഞ ഹാത്തി മേര സാത്തി എന്ന് പറഞ്ഞൊരു പടം, അത് റാണാ ദഗ്ബട്ടിയ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഹിന്ദിയും കന്നഡയും കൂടെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഷൂട്ട് നടത്തി. അന്ന് ഇതിന്റെയൊക്കെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇത്രയൊക്കെ പടങ്ങളൊക്കെ പോയി അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കൂടെ ഇപ്പൊ ജീന അഭിനയിക്കുമ്പോൾ അല്ലെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ എപ്പോഴും ഞാൻ നോക്കുന്നത് ജീന കംഫർട്ടബിൾ ആണോ, അവൾ ഓക്കെ ആണോ എന്നാണ് ഞാൻ കൂടുതൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് സിബി തന്നെയാണ് അല്ലേ ജീനയ്ക്ക്? അത് ഇതെന്റെ ഫീൽഡ് അല്ല ചേട്ടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നതായിരിക്കും ശരി. ചോദിക്കാൻ വിട്ടുപോയി, ഞാൻ അത് ചോദിക്കാൻ വരികയാണ് കേട്ടോ. പറഞ്ഞോളൂ. ഇതെന്റെ ഫീൽഡ് അല്ല. എനിക്ക് അഭിനയത്തിന്റെ ABCD അറിയത്തില്ല. ഇവരൊക്കെ അഭിനയിക്കുന്ന കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എങ്ങനെ വരുന്നു, ഇതൊക്കെ എങ്ങനെ പറയുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫീൽഡേ അല്ല. ഞാൻ എൻ്റെ ലൈഫിൽ വിചാരിച്ചിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കുന്നത് വരെ, സിബിച്ചനെ കണ്ടുമുട്ടുന്നത് വരെ ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഈ ഒരു ഫീൽഡ് ഞാനും അഭിനയിക്കും എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് എപ്പോഴും പറഞ്ഞു തരുന്നത് സിബിച്ചനാണ്. എനിക്ക് അതിപ്പോഴും പറഞ്ഞു തരുന്ന സിബിച്ചനാണ്. അതിപ്പം ഇനിയിപ്പം കുറച്ചും കൂടെ വീഡിയോ ചെയ്ത് ദൈവം സഹായിച്ച് വൈറലായി ഭയങ്കര ഇതൊക്കെയായി എന്ന് പറഞ്ഞാൽ പോലും ഞാൻ പറയും എൻ്റെ A to Z എക്സ്പ്രഷൻസും എനിക്ക് സിബിച്ചൻ പറഞ്ഞു തരുന്നതാണ്. അതിന് പലപ്പോഴും പലരുടെ കയ്യിൽ നിന്നും ഞാൻ എന്താ പറയുക, ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സിബി സ്പൂൺ ഫീഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ജീന അഭിനയിക്കുന്നത്. എന്നാൽ ജീനയ്ക്ക് എന്തറിയാം തുടക്കത്തില് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും എനിക്കങ്ങനെ വിഷമം തോന്നിയിട്ടില്ല. വിഷമം തോന്നാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അറിയാത്തൊരു പണി ഒരാൾ പറഞ്ഞു തരുമ്പോഴല്ലേ എനിക്ക് പഠിക്കാൻ പറ്റൂ. പക്ഷെ ഇപ്പോ ഫാർ ബെറ്റർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. അതുകൊണ്ടാണ് പ്രേക്ഷകർ രണ്ടുപേരുടെ പേജുകളിലും ഫോളോവേഴ്സ് ഉണ്ട്, അത്യാവശ്യം ഫോളോവേഴ്സ്. നമുക്ക് ഒരു തിയേറ്ററിൽ എത്ര പേരുണ്ടാവും? ഒരു 1000 പേരുണ്ടെന്ന് വയ്ക്കാം. പക്ഷെ അതിനേക്കാൾ വലിയ ഓഡിയൻസ് ആണ്. 25,000 അല്ലെങ്കിൽ 30,000 40,000 ഓഡിയൻസ് എന്ന് പറയുന്നത്. അതിന് പുറമെ അത് ഫോളോവേഴ്സ് ആയിട്ട് മാത്രം, അതിന് പുറമെ കാണുന്നവർ വേറെ. അപ്പോൾ തീർച്ചയായും അത് ഫാർ ബെറ്റർ ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ സിബിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഇത് ചോദിക്കുകയാണ്. അതായത് സിബി എന്താണ്, സിബിയുടെ ജോലി, സിബിയുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ചേട്ടാ, ഞാനൊരു AC ടെക്നീഷ്യൻ ആയിരുന്നു. AC റെഫ്രിജറേറ്റർ ഇതിൻ്റെയൊക്കെ ടെക്നീഷ്യനാണ്, സൗദിയിലായിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ എനിക്ക് എന്താ അറിയത്തില്ല, അഭിനയമാണ് എനിക്ക് അത് ഇങ്ങനെ തലയ്ക്ക് പിടിച്ചിരിക്കുക. പക്ഷേ എൻ്റെ ജീവിതത്തിൽ പല സ്ട്രഗിളിൽ കൂടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യലി ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പക്ഷേ എൻ്റെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആളെന്നോട് പറഞ്ഞിട്ടില്ല സിബിച്ചൻ ഈ ജോലി വിട്ടിട്ട് വേറെ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞിട്ടില്ല.
അത് ചിലപ്പോൾ എൻ്റെ ഈ ഒരു പാഷൻ കൊണ്ടാവാം. ഇത്രയും നാളെ എന്നോട് അത് പറഞ്ഞിട്ടില്ല. ആ സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞത് അല്ലേ, അത്രയും ബാക്ക് ബോൺ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ജീന എന്താണ്? ഞാൻ എൻജിനീയർ ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അതിന് ശേഷം വർക്കിംഗ് ആയിരുന്നു. 2019 പാസ് ഔട്ട് ആയിരുന്നു, വർക്കിംഗ് ആയിരുന്നു. സ്റ്റിൽ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ജനുവരി വരെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. അതിന് ശേഷം പിന്നെ കംപ്ലീറ്റ്ലി ഇതിനകത്തോട്ട് മാറി, നമ്മുടെ സ്റ്റോറിയിലോട്ട് മാറി അല്ലേ. ഇതില് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ രണ്ടുപേരുടെ ഇപ്പൊ ഈയൊരു ഭയങ്കര വികാര നിർഭരമായിട്ടുള്ള ഘട്ടങ്ങളോട് ഇപ്പൊ ഫേസിങ് കടന്നു പോയിക്കൊണ്ടിരിക്കും, ചിരിയൊക്കെ പറഞ്ഞു ആ സാഹചര്യം. അപ്പൊ ഇത്രയും വിഷമം ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ആക്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നിങ്ങളെ ഈ ഒരു ചാനലായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സിബിക്ക് ഒരുപാട് ചിലപ്പോൾ അനുഭവങ്ങൾ ഉണ്ടാവും. കാരണം ഈ സിനിമയുടെ പുറകെ നടന്ന് ഉള്ള ആൾക്കാരുടെ പല ഇതും, അത്തരം എന്തെങ്കിലും ഒരു സന്ദർഭം പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്നത്? നമുക്ക് ഫാമിലിയിൽ നിന്ന് അങ്ങനെ സപ്പോർട്ടൊന്നും ഇല്ല. ഞാനൊരു ടിപ്പിക്കൽ എന്താ പറയുക, ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ പൂർവികരോ അങ്ങനെ ആരും ഇല്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത് കൊണ്ട് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഫാമിലിയിൽ നിന്നായാലും ഇപ്പം ഞാൻ പോകുന്ന പള്ളിയിൽ നിന്നായാലും ഇപ്പോഴും എന്നെ കണ്ട മുഖം തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, കൈതരാത്ത ആൾക്കാരുണ്ട്. എന്തോ ഞാൻ വലിയ പാപം ചെയ്തു എന്നൊരു അതെ അത് ഞാൻ നേരിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ്റെ ഒരു ഹൗസ് വാമിങ്ങിന് ഞാൻ പോയപ്പോൾ എൻ്റെ ചർച്ചിലുണ്ടായിരുന്ന ഒരു അങ്കിളിനെ ഞാൻ കണ്ടപ്പോൾ പഴയ സ്നേഹം കൊണ്ട് ഞാൻ ഓടിച്ചതിന് കൈ കൊടുത്തു ആള്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി. നമ്മളങ്ങനെ പേഴ്സണലി ആരെ ഉപദ്രവിക്കാനോ, കാരണം ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അവർക്കിഷ്ടമല്ല. അത് ജീനയ്ക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ ഇത്തരം സന്ദർഭങ്ങളിൽ സിബി നേരിട്ട് കല്യാണത്തിന് ശേഷം? അതുറപ്പായിട്ടുണ്ട്. കാരണം സിബിച്ച ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഇല്ലയെന്ന് പറഞ്ഞാലും ഉണ്ട്, സപ്പോർട്ടുണ്ട്. ആ ഒരു പഴയ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതുണ്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ മമ്മി അനിയനും ഭയങ്കര സപ്പോർട്ടാണ്. അതിപ്പം ഈവൻ ഒരു വീഡിയോ ഇട്ടിട്ട് റീച്ച് ആയില്ലെങ്കിൽ പോലും ചിലപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു 2 months. അത് സിബിച്ചൻ്റെ അമ്മയൊന്ന് വീണു. അപ്പം ആ 2 months ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടേ ഇല്ല. അപ്പം അതിനുശേഷം ഞങ്ങൾ ഈ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും റീച്ചില്ല, വീഡിയോസ് നമ്മൾ എന്ത് നല്ല കണ്ടന്റ് ഇട്ടിട്ടും ഓടുന്നില്ല. അത് ഭയങ്കര വിഷമമായിരുന്നു. അതിന്റെ ഒരു അൽഗോരിതം ഇങ്ങനെയാണ് ചേട്ടാ. ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാള് പെട്ടെന്ന് നിർത്തിയിട്ട് കുറച്ച് നാൾക്ക് ശേഷം ആ വീഡിയോ ഇടുന്നെങ്കിൽ നമുക്ക് റീച്ച് ഉണ്ടാകത്തില്ല. കാരണം എന്നോട് പറഞ്ഞിരിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആള് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബ് നോക്കത്തില്ല, നിന്റെ അമ്മ വീണോ നിന്റെ അച്ഛൻ വീണോ എന്ന് നോക്കത്തില്ല, നീ നിന്റെ പണി ചെയ്തോണമെന്നാ പറയുന്നത്. അത് നമ്മളൊരു ഇൻഫ്ലുവൻസേഴ്സ്, ഒരു കപ്പിൾ, നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു കപ്പിൾ, അവര് തന്നെയാ പറഞ്ഞത്. അപ്പൊ അവര് വീണോ ഇല്ല. കാരണം ഒന്നാമത്തെ കാര്യം ഞങ്ങൾ പിന്നീട് ആലോചിച്ചപ്പോൾ അത് ശരിയാണ്. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറയുന്ന ഇതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളത് വേറൊരു രീതി ചിന്തിക്കുമ്പോൾ അപ്പം എൻ്റെ അമ്മ അല്ലെ സിബിഷൻ്റെ അമ്മ അല്ലെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടപ്പെട്ട ഒരാൾ വീണു, ഒരു ആക്സിഡന്റ് പറ്റി, ഒരു ഓഫീസിൽ 9 to 5 ജോലി ചെയ്യുന്ന ഒരു ഓഫീസിൽ ഒരിക്കലും ചിലപ്പോൾ ഒരു 2 weeks അല്ലെങ്കിൽ ഒരു 1 week മാക്സിമം ലീവ് കൊടുക്കുമായിരിക്കും, അതിനപ്പുറം ലീവ് കൊടുക്കത്തില്ല. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. എന്നാ വേറൊരു കാര്യമുണ്ട്. ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവന് വീഡിയോ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ടീംസും ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മളത് വേണ്ടെന്ന് വെച്ചത്. നമ്മൾ അത്ര വലിയ ഫെയിം ഉള്ള ആൾക്കാരൊന്നും അല്ല, പക്ഷെ ഒരുപാട് ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരുടെ പോലും കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കമന്റ്. ഞങ്ങൾ സ്റ്റിൽ നല്ല സ്ട്രഗിളിൽ തന്നെയാണ്. എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയിട്ടുള്ള ഒരു വീഡിയോ അതെ ഈ ഒരു സംഭവം ചേട്ടന് ഇട്ടാൽ പോലും ഇതിന്റെ അടി വന്ന ആൾക്കാർ കമന്റ് ഇടും. എങ്ങനെ പറയാതിരിക്കും? നടപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഉള്ളത് പോലല്ലേ തോന്നും.
ഞാൻ പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരെ മോനെ ഏതാ പടം ഇന്ന പടമായ ചേട്ടാ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ മാത്രം എത്തിയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമുള്ള എനിക്ക് നാളെ എന്ത് ചെയ്യും എന്ന് പോലും അറിയത്തില്ല.